നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു 2 ഏക്കറിൽ നിറയെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സാപ്പ് സ്റ്റാറ്റസൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടുത്തെ ഈ സൂര്യകാന്തി പാടവും സൂര്യകാന്തി പൂക്കളൊക്കെ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, കാരണം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആൾക്കാർ എത്തുന്നുണ്ട്. അതായത് നേരത്തെയൊക്കെ നമ്മുടെ കോട്ടയം മലരിക്കലൊക്കെ ആമ്പൽപ്പൂ കാണാൻ വന്ന പോലെ തന്നെയാണ് ഇവിടേക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളും വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ. ഈ റോഡെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് തിരക്കാണ്. ഇതാണോ, ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാട്ടോ ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു 2 ഏക്കറിൽ കൃഷി ഒരുക്കിയതിൻ്റെ ആളാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ ടെക് ട്രാവലേറ്റ് സുഹിതേട്ടൻ്റെ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. ഇത് നമ്മുടെ സുഹിതേട്ടനാണ്. സുഹിതേട്ടൻ്റെ ആണ് നമ്മുടെ ഈ ഒരു സൂര്യകാന്തി കൃഷി എന്ന് പറഞ്ഞാൽ. സുഹിതേട്ടൻ ഇത്രയും പ്രതീക്ഷിച്ചു, ഇത്രയും ഒരു സപ്പോർട്ട് വരുമെന്ന് അത്രയും പ്രതീക്ഷിച്ചില്ല. കേരളക്കാർ നന്നായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ തന്നെ ഇത്രയും ഒരു ഇതിനൊക്കെ ഇത്ര എത്തിപ്പെടാൻ സഹായിച്ചത്. ഇപ്പോൾ പ്രത്യേക ഒരു താങ്ക്സ് പറയാണ് എല്ലാവരും. കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സുഹിത് ഭക്തൻ വലിയൊരു നല്ല റീച്ച് ആയിരുന്നു. കാരണം ഇപ്പൊ സുഹിതേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു 8 വർഷമായിട്ട് നമ്മുടെ ഈ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഫുൾ ടൈം കർഷകനാണ്. ഇപ്പൊ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യകാന്തി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് എങ്ങനെ വന്നു? ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ടോ? സക്സസ് ആയിട്ടുണ്ട്. ഈ സൂര്യകാന്തി എങ്ങനെ ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായ കൃഷി കേരളം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊന്നും ഒരു പരീക്ഷണം എടുത്ത് ചെയ്ത് നോക്കി. പക്ഷേ ഇത് കേരളക്കാർ നന്നായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലാഭവും നഷ്ടവും ചിലപ്പോൾ എന്തുവെല്ലാം വരാൻ സാധ്യതയുള്ള കൃഷിയായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ചെറിയ വെള്ളരി നട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു നഷ്ട സാധ്യതയുള്ള കൃഷിയായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, സൂര്യാന്തി മാത്രമായിട്ട് കൃഷി ചെയ്തതും സൂര്യാന്തി മറ്റുള്ളതിൻ്റെ കൂടെ ഇടകലർത്തി ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂറിസം മേഖലയിൽ നമുക്ക് വളർച്ച ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയാലും ഒരുപാട് കസ്റ്റമർ എത്തുന്നില്ല. നമ്മുടെ ഇത് കാണാനും ഒക്കെ ആയിട്ട് കസ്റ്റമർ എത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ പച്ചക്കറിൽ വിൽക്കുന്നവരുടെ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ യുവാക്കളെയൊക്കെ ഇതിലൂടെ ഒരുപാട് പേര് ആകർഷിക്കാനായിട്ട് സാധിച്ചു. കാരണം നമുക്ക് നേരത്തെ പൂപ്പാടമൊക്കെ കാണണമെങ്കിൽ തമിഴ്നാട്, കർണാടക പോകേണ്ടി വരും. പക്ഷെ ഇപ്പൊ നമ്മുടെ കേരളത്തിലും ഈ പറഞ്ഞ എല്ലാ സംഭവം നടക്കുമെന്ന് തെളിയിച്ച വ്യക്തിയാണ്. അപ്പൊ എന്തായാലും സുഹിതേട്ടൻ തിരക്കിലാണ്. കാരണം ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിന്റെ തിരക്കിലാണ്. നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സുഹിതേട്ടന് വെറൈറ്റി ഫാർമർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ചാനലിൽ ഇതിൻ്റെ ഈ കൃഷിയുടെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. ഇതിന് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. 10 രൂപ കൊടുത്തിട്ടാണ് നമുക്കിവിടെ കയറേണ്ടതെന്ന് പറഞ്ഞാൽ. ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. കാരണം ഇത്ര ഈ ഒരു കൃഷി ചെയ്ത സമയത്ത് ഇത്ര ആൾക്കാർ ഇവിടെ വരും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ നോക്കിയതേ, എൻ്റെ ഈ പുറകിലേക്ക് കണ്ടാൽ അറിയാം, നിറയെ ബ്ലോക്കാട്ടോ. അതെ, ആൾക്കാർ മുഴുവൻ ഇത് ശരിക്കും പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവ പറമ്പ് പോലെ കേട്ടോ. ഒരുപാട് കടകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഐസ്ക്രീം കടയാണ്. പിന്നെ ഇന്നലെ തന്നെ ഏകദേശം ഒരു 10-12 ആൾക്കാരാണ് ഈ ഒരു ഞായറാഴ്ച തന്നെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞാൽ. നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് കയറി. അപ്പോൾ ഇനിയും നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതേ, ആൾക്കാർ മാത്രമല്ല, ചാനലുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു നമ്മുടെ സൂര്യകാന്തി വസന്തം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും.
ഈ കിടക്കുന്നത് പറഞ്ഞാൽ ഇതേ വെള്ളരിയാണ്. അപ്പോൾ വെള്ളരിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇടവിള കൃഷിയായിട്ടാണ് ഈ ഒരു സൂര്യകാന്തി പൂക്കൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ. അതേ വൈകിട്ട് സമയം 5 മണിയായിട്ടുണ്ട്. പൂവൊക്കെ ശരിക്കും പറഞ്ഞാൽ വാടി തുടങ്ങി. അപ്പോൾ ഒന്നുകിൽ തീരെ വൈകിട്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു വാടി ശരിക്കും കൂമ്പാറായി. അപ്പോൾ എന്തായാലും കാഴ്ച അടിപൊളി കാഴ്ച. കാരണം നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് ഇത്തരം ഒരു സൂര്യകാന്തി പാടം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു പൂവ് ഒരു 3-4 ദിവസം കൂടെ ഉണ്ടാകുള്ളതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വരാനാണെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ റൂട്ട് മാപ്പ് ഇട്ടേക്കാം. നമ്മൾ ആലപ്പുഴ ചേർത്തല റൂട്ടിൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കഞ്ഞിക്കുഴിയിൽ നിന്ന് ഈ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ നിന്ന് മുഹമ്മ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ ഒരു സൂര്യകാന്തി പാടം ഉള്ളത്. അപ്പോൾ എന്തായാലും കാണാനായിട്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വരിക, കാണുക, ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ എന്തായാലും വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.